പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് പുസ്തകങ്ങൾ പലപ്പോഴായി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് അറിവുകളും അതുവഴി സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഒരാളെ കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് പറയാറുണ്ട്. കാരണം ഒരാളുടെ ജീവിതത്തിൽ അയാൾ സമ്പാദിക്കുന്ന അറിവുകളും അനുഭവങ്ങളും പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമുഖങ്ങൾ കേൾക്കാനും അത് ആസ്വദിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. ഈ അടുത്ത് ഒരു സ്ത്രീയുടെ, പ്രായം ചെന്നൊരു സ്ത്രീയുടെ അഭിമുഖം കേട്ടു. പേര് പോലും അറിയില്ല. 2 വാചകങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒന്ന്, സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ സ്നേഹിക്കപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ടു ലവ്, അതൊരു ഈസി ടാസ്ക് ആണെന്നാണ് ആ സ്ത്രീ പറയുക. മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ പ്രവൃത്തിയാണ്. പക്ഷേ മറ്റൊരാളാൽ നമ്മൾ സ്നേഹിക്കപ്പെടുക, ടു ബി ലവ്ഡ് ബൈ സംവൺ, അത് കുറെ കൂടി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഒരുപാട് ജീവിത യാഥാർത്ഥ്യം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊരാളെ സ്നേഹിക്കാൻ എളുപ്പമാണ്, മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയുന്ന ഈ ഒരു ആശയം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ സാധൂകരിക്കുന്ന ഒരു മെസ്സേജ് കിട്ടുകയുണ്ടായി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ, കുറച്ച് വർഷങ്ങളായി പുറത്താണ്, ജീവിത പങ്കാളിയും മക്കളും നാട്ടിലാണ്. ഇദ്ദേഹം ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് 40കളിൽ എത്തിയ ഒരാളിൽ നിന്ന് കേട്ട വചനങ്ങളായിട്ട് അത് തോന്നി. ഞാൻ ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് സംശയമാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ്. സ്വന്തം മാതാപിതാക്കൾ തീർച്ചയായും സ്നേഹിക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ജീവിത പങ്കാളിയോ മക്കളോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പുള്ളി അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ പുള്ളിയുടെ തന്നെ കുറവുകൾ കൊണ്ടോ പോരായ്മകൾ കൊണ്ടോ അങ്ങനെ സംഭവിക്കാമെന്ന് പറയുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് അതിലുണ്ട് എന്ന് തോന്നുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഓർത്തപ്പോൾ, അത് ധ്യാനിച്ചപ്പോൾ ഈ 2 ചിന്തകളാണ്, ഈ അഭിമുഖവും ഈ മെസ്സേജുമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ അടുത്ത് കല്ലെറിയാൻ കൊണ്ടുവരുന്നു. അന്നത്തെ നിയമമാണത്. ഈശോ ഒന്നും പറയുന്നില്ല, നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നു. ഏറ്റവും അവസാനം ഈശോ എന്താണ് പറയുക? സ്ത്രീയെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. എന്തൊരു കരുണയാണ് ഈശോയ്ക്ക് ആ സ്ത്രീയോട്. ആ സ്ത്രീ അർഹിക്കുന്ന കരുണയല്ലത്, അർഹിക്കുന്നതിലധികം നീതിക്ക് അപ്പുറത്ത് നൽകുന്ന ഒരു കരുണയായിട്ട് അതിനെ വ്യാഖ്യാനിക്കണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു മനോഭാവമാണത്. ആ മനോഭാവം ദൈവം എപ്പോഴും നമ്മോട് കാണിക്കുന്നുമുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ച് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സന്ദേശമായി എടുക്കാമെന്ന് കരുതുന്നു. ഒന്നാമത്തേത്, നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, നമ്മുടെ അധ്വാനങ്ങൾ വിലമതിക്കപ്പെടുന്നില്ല എന്നിങ്ങനെയുള്ള 100 കൂട്ടം പരാതികൾ പലപ്പോഴായി നമ്മുടെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാവും, നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം അത്തരം ആശ്വാസ വചനങ്ങൾ, ആശ്വാസ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമാണ്. രണ്ടാമത്തേത്, മറ്റുള്ളവർ സ്നേഹിക്കപ്പെടുന്ന രീതിയിൽ, സ്നേഹിക്കപ്പെടാൻ തക്ക വിധം കുറെ കൂടി വിശുദ്ധിയും നന്മയുമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. വളരെ അപൂർവം വ്യക്തികളെ ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ്, നന്മ കൊണ്ടാണ്. ദൈവത്തിന്റെ കരുണയുടെ ഭാവം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നോ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്കോ പ്രതീക്ഷിക്കാൻ എളുപ്പമല്ല. അങ്ങനെ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നന്മകളുണ്ടെങ്കിൽ, സമൃദ്ധിയായിട്ട് പുണ്യങ്ങളിൽ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടുകൊള്ളും, നമ്മളെ മനസ്സിലാക്കിക്കൊള്ളും, നമ്മെ പ്രോത്സാഹിപ്പിക്കാനായി നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ 2 ചിന്തകളും പ്രധാനപ്പെട്ടതാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്നുള്ള ഒരു ചിന്തയും, ഒപ്പം മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ തക്ക വിധം കുറെ കൂടി നന്മയിൽ, വിശുദ്ധിയിൽ ആഴപ്പെടണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.